ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഐ ഫസ്റ്റ് വേൾഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് അച്ചൻകോവിൽ വഴി തമിഴ്നാട് പോകുന്നൊരു യാത്രയുടെ കുറച്ച് ക്ലിപ്പിങ്സ് ഒക്കെ ഫോണിലുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇപ്പോൾ ഈ ഒരു ട്രിപ്പ് പോയിട്ട് ഇപ്പോൾ ഒരു 1 ഇയർ ഒക്കെ കഴിഞ്ഞു. നമ്മുടെ ബൂബുക്കുട്ടനൊക്കെ ഉണ്ടാവുന്നതൊക്കെ മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് ഒക്കെ കിടന്നപ്പോൾ അതെല്ലാം കൂടി ഒരു വീഡിയോ ആയിട്ട് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ എടുത്തൊരു സെറ്റ് ചെയ്തൊരു വീഡിയോ ആണിത് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അച്ചൻകോവിൽ ആ ഒരു റൂട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ 2 വീലറിലാണ് പോകുന്നത്. അപ്പം നമുക്ക് എപ്പോഴും കൂടുതൽ ഇഷ്ടവും ഒരു വൈബും ഒക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 2 വീലറാണ്. ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എത്ര യാത്ര ചെയ്താലും അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല. പക്ഷേ എനിക്ക് വല്ലാതെ 4 വീലറിലൊക്കെ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുന്നത് വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഫാമിലിയായിട്ട് തന്നെ പോയി കേട്ടോ. ഞങ്ങളെല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുറകെ വരുന്ന അമ്മായിയൊത്തെയാണേ. ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് പോയത്. അങ്ങനെ എനിക്ക് പിന്നെ എവിടെ പോയാലും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കൽ പരിപാടി ഉള്ളത് കൊണ്ട് കുറച്ച് ക്ലിപ്പിങ്സൊക്കെ കിടന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇടുന്നത് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്തിരിപ്പാറ എന്ന് പറയും. അതായത് മാമ്പഴത്തറയിൽ ചെന്നിട്ട് അവിടെ ഉള്ളൊരു പള്ളിയാണേ. പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഖബർസ്ഥാനാണ് കേട്ടോ. ഇതിനെപ്പറ്റി ഇനി കൂടുതൽ അറിയത്തില്ല. ഇവിടുത്തെ വിശേഷ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജനുവരി 26 തോന്നുന്നു. കാരണം ഇക്കൊക്കെ നേരത്തെ പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് അവിടെ ഭയങ്കര ആഘോഷങ്ങളും നേർച്ചകളും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അവിടെ ഞങ്ങൾ പോകുന്ന വഴിക്കായിരുന്നു. അങ്ങനെ അവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. ഇക്കൊക്കെ എപ്പോഴും പോകും. ഞങ്ങളെ കൊണ്ട് ആദ്യമായിട്ടൊക്കെയാണ് പോകുന്നത്. അവിടെ ഒരു പാറയൊക്കെയാണ്, നല്ല വൈബാണ്. പിന്നെ പോയി നമ്മൾ യാസീനൊക്കെ ഓതി അങ്ങനെ നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ നമുക്ക് ആ വീഡിയോ കണ്ടാലോ. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാം. പോയപ്പോൾ ഉള്ള ഫുഡും ഒക്കെ നമ്മൾ കൊണ്ടാണ് പോയിരുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ഫുഡും കാര്യങ്ങളും ഒക്കെ നമ്മൾ കഴിക്കുന്ന വീഡിയോസ് കേട്ടോ. എല്ലാവരും കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ പള്ളിയിലൊക്കെ കയറി അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും യാത്ര ചെയ്തു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചു. അമ്മ എല്ലാം പാക്ക് ചെയ്തുകൊണ്ടൊക്കെയാണ് വന്നത് കേട്ടോ. എല്ലാവരും ടയർഡായി. കുഞ്ഞുങ്ങളൊക്കെ യാത്ര ചെയ്ത് നല്ല ടയർഡായി. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ചിലവഴിച്ചു ടൈമൊക്കെ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വരുന്നത്. അങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഈ ഒരു ഏരിയയൊക്കെ ഭയങ്കര ഞങ്ങളെപ്പോഴും വരുന്നതാണ്. ഞാനും ഇക്കായും ഒറ്റയ്ക്കൊക്കെ എപ്പോഴും ഇവിടെ വരും. കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ എനിക്ക് തോന്നുന്നു 3ാമത്തെ ട്രിപ്പാണെന്ന് തോന്നുന്നു ഇവിടെ വരുന്നത്. ഇങ്ങനെ അവർ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ മേക്കര ഡാമിലൊക്കെ പോകുന്ന വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം നമ്മുടെ കയ്യിലില്ല. നമ്മൾ ഒത്തിരി വീഡിയോ ഒക്കെ എടുത്തു, പക്ഷേ അതൊന്നും ഇല്ല. എല്ലാം ഫോർമാറ്റായി പോയി. പഴയ ഫോണിലായിരുന്നു കേട്ടോ. അപ്പോൾ കിട്ടിയത് കൊണ്ട് തട്ടിക്കൂട്ടിയൊരു വീഡിയോ ആണേ. അപ്പം നമുക്ക് വീഡിയോ കാണാമേ.
ഇവിടെ നിന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൽഹാനോ ഇഫയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അന്നേരം മീൻ പിടുത്തമാണ് കേട്ടോ. അതിൻ്റെ അൽഹാൻ എന്ന് പറഞ്ഞാൽ മീൻ ഭ്രാന്തൻ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഭയങ്കര ക്രൈസാണ്. എവിടെ ഒരു മീൻ കട കണ്ടല്ലോ അവന് മീൻ വേണം. അതായത് ഈ അക്വേറിയം മീൻ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഈ വീഡിയോസൊക്കെ തന്നെയാണെങ്കിൽ യൂട്യൂബിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടുതൽ സെർച്ചിങ് എന്ന് പറഞ്ഞാൽ അവൻ കാണുന്നത് ഇങ്ങനെയുള്ള ഫിഷിങ്ങും കാര്യങ്ങളും. അവൻ എപ്പോഴും ഒരു മീൻ ആ ഒരു ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എന്താ പറയുന്നത്, മീൻ പിടുത്തമാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. അവരുടെ വിചാരം ഇങ്ങനെയൊക്കെ പോയാൽ മീൻ കിട്ടുമെന്ന് പറഞ്ഞൊക്കെ ഭയങ്കര മീൻ പിടുത്തവും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ സ്ഥലത്തിനോട് നമ്മൾ ടാറ്റ പറയേണ്ടേ കേട്ടോ. നമ്മളിനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയൊക്കെ ഉണ്ട്, ബട്ട് അതെല്ലാം മിസ്സായി പോയി കേട്ടോ. ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു വാട്ടർഫോൾസ് കാണാനെന്ന് പറഞ്ഞാൽ ഇവിടോട്ട് വന്നത്. പക്ഷേ ഈ സ്ഥലപ്പേരൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാം നമ്മൾ തമിഴ്നാട്ടുകാരാണെന്ന് തോന്നുന്നു. കൂടുതലും തമിഴ്നാടാണ് കേട്ടോ. അപ്പം എന്താ പറയുന്നത്, അവരതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇപ്പം വെള്ളച്ചാട്ടം കാണാമെന്നുള്ളൊരു സന്തോഷത്തിലൊക്കെ ഇരുന്നപ്പോഴാണ് സത്യം അറിയുന്നത് അവിടെ ഉണക്കാണ്, വെള്ളമില്ല. അങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എന്താ പറയുന്നത് ഓരോ ഐസ്ക്രീമും പോപ്കോണും ഒക്കെ മേടിച്ച് കൊടുത്ത് കുറച്ച് നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് വെറുതെ അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് അവിടെ അല്ലാതെ കാണാനൊന്നുമില്ല. വെള്ളച്ചാട്ടമാണെങ്കിൽ നമ്മൾ കുറച്ച് അകത്തോട്ട് ഉള്ളിലോട്ട് നടന്നു പോകണം. ട്രക്കിങ്ങോ എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തോ ഉണ്ട്. ഇങ്ങനെ പോയാൽ കാണാം. പക്ഷേ അപ്പം പോയിട്ടും കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ അൽഹാനൊക്കെ ഭയങ്കര കലിപ്പി പോവാണ് കേട്ടോ. വെറുതെ ഇവിടം വരെ വന്നിട്ട് വെള്ളച്ചാട്ടം കാണാൻ പറ്റില്ല. അപ്പോൾ അവൻ്റെ വിചാരം അവിടെയും പോയി നമുക്ക് മീൻ പിടിക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ നടന്നില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് ഇത് മേക്കര പോകുന്ന റൂട്ടാണ് കേട്ടോ. മേക്കര ഡാമിൻ്റെ അങ്ങോട്ട് ഉള്ളൊരു നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല അടിപൊളി റോഡാണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ കാഴ്ചകളൊക്കെ സൂപ്പറാണ്, അടിപൊളിയാണ്. ടൂ വീലറിലൊക്കെ പോകണം ഈ ഒരു വൈബൊക്കെ ആസ്വദിക്കണമെങ്കിൽ. നമ്മൾ കാറിലോ അങ്ങനെയൊന്നും പോയൊന്നും ഇത്രയൊന്നും ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. നല്ല അടിപൊളി കാറ്റും. തമിഴ്നാടൊക്കെ എത്തി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തമിഴ്നാട് ആ ഒരു ആംബിയൻസൊക്കെ. കാരണം എന്ന് പറഞ്ഞാൽ കൂടുതൽ കാറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല അടിപൊളി സ്ഥലം. എനിക്ക് സത്യം പറഞ്ഞാൽ തമിഴ്നാട് പോകുമ്പോഴേ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ ഒരു എന്താ പറയുന്നത് ഇത് കാടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തമിഴ്നാട്ടിലോട്ട് ഇറങ്ങുന്ന ആ ഒരു എൻട്രൻസ്, അതായത് ഈ ഒരു സ്ഥലം മേക്കര വഴി പോകാനാണ് കൂടുതൽ താല്പര്യം. ഈ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു വഴിയാണ്. കൂടുതൽ വളവുകളും നല്ല നല്ല അടിപൊളി റോഡും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം. അന്നേരം നമ്മുടെ വീഡിയോ ഒക്കെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. അതായത് ഇനി ക്ലിപ്പിങ്സ് ഒന്നും ഇല്ല ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.